നീ മലപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവം പരിശോധിക്കാൻ NHAI നിയോഗിച്ച സംഘം എത്തി. 3 അംഗ സംഘമാണ് എത്തിയത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഈ ദേശീയപാതയുടെ സർവീസ് റോഡിന്റെ ഭാഗം ഉൾപ്പെടെ തകർന്ന സ്ഥിതിയിലാണ്. അവിടുത്തെ നിർമ്മാണം അശാസ്ത്രീയമാണ് എന്ന പരാതി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. വലിയൊരു ദുരന്തമാണ് സത്യത്തിൽ അവിടെ ഒഴിവായത് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും. അത്രത്തോളം വലിയൊരു അപകടത്തിനുള്ള അപകടമാണ് അവിടെ ഉണ്ടായത്. ഈ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരെത്തി എങ്ങനെയായിരുന്നു അവരുടെ പരിശോധന? തൃപ്തികരമാണോ? നാട്ടുകാരുടെ ഭാഗത്തുള്ള പ്രതികരണം എന്താണ്? പൂർണ്ണമായും പരിശോധിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവർ ആദ്യം എത്തിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദേശീയപാതയുടെ മുകൾ ഭാഗത്ത് കയറി അവിടെയാണ് ആദ്യം പരിശോധന നടത്തിയത്. അതിനുശേഷം അതായത് ഈ വിള്ളലടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് താഴേക്ക് വന്ന് സർവീസ് റോഡും അവർ പരിശോധിക്കുകയുണ്ടായി. സർവീസ് റോഡും പരിശോധിച്ചതിന് ശേഷമാണ് അവർ ഇപ്പോൾ മടങ്ങാൻ പോകുന്നത്. പക്ഷേ അവർ മാധ്യമങ്ങളോട് സംസാരിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്താനോ ഒരു ഘട്ടത്തിലും തയ്യാറായില്ല. നമ്മൾ ചോദിച്ചതുമാണ്, പക്ഷെ ഒന്നും പറയില്ല എന്നാണ് അവർ പറഞ്ഞത്. അവരോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഈ 1-2 നാട്ടുകാർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ ഈ സമയത്തൊക്കെ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളുകളായിരുന്നു. എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? നിങ്ങൾ വല്ല ആവശ്യം ഉന്നയിച്ചു അവരോട്? ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചത് തന്നെ ഞങ്ങളുടെ ആവശ്യം ഇതാണ്. അറിയാലോ, നമ്മുടെ ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ശരിക്കും പറയാൻ അവർക്ക് തയ്യാറല്ല. അവർ ഞങ്ങളുടെ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് ചൂടാവുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് നേരത്തെ ഉണ്ടായത്. പിന്നെ ജനങ്ങൾ ക്ഷോഭിച്ചത് കൊണ്ട് മാത്രം അവരൊന്ന് സ്ലോ ആയതാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം ഇപ്പം ശരിക്കും ഇത് ആ താഴെ പാടത്തിറങ്ങി നിന്നിട്ട് ഇത് എന്ത് ചെയ്യണം, പിന്നെ പരിശോധിക്കണം. അതിനവർ തയ്യാറായിട്ടില്ല. അവർ നേരെ വന്ന് ആദ്യം മേലെ വന്ന് പോവുമായിരുന്നു. പിന്നെ ആരോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം തിരിച്ച് രണ്ടാമത് വന്നിട്ട് ഈ സർവീസ് റോഡ് അവർ സന്ദർശിച്ചത്. അത് ശരിക്കും സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് പിന്നെ അവർ തിരിച്ചു പോരാ ചെയ്ത്. പക്ഷെ ശരിക്കും ഇത് പാടത്ത് ഇതിൻ്റെ താഴെ ആ ഫൗണ്ടേഷൻ നിൽക്കുന്ന ഭാഗത്താണ് ഇത് നമ്മൾ ശരിക്കും പോയി പഠിച്ചെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇതെന്തോ ഒരു പ്രഹസനമായിട്ട് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് വന്നു എന്തല്ലേ. കാരണം ഇത് ആർക്കോ വേണ്ടി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രത്യേക നാടകമായിട്ടാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഇത് ഫീൽ ചെയ്യുന്നത്. അതായത് ഈ നാട്ടിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ ഒരു റിപ്പോർട്ട് കലക്ടർക്ക് കൊടുക്കുക. നാട്ടുകാർ ആശങ്കയിലാണ്. നാട്ടുകാരോടൊന്നും അവർ ഒന്നും സൂചിപ്പിക്കണില്ല. ഇതുവരെ ഒരു നടപടി ഉണ്ടായി. മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതിഭീകരമായ ഒരു അവസ്ഥയാണുള്ളത്. അപകടം നടന്ന അന്ന് തൊട്ടിട്ട് ഈ ഒരു 3 ദിവസം പിന്നിടുമ്പോൾ വലിയ ഗർത്തങ്ങളായി മാറുന്നൊരവസ്ഥയാണ് ഉള്ളത്. അത് കൂടി വന്നിട്ട് അത് താഴോട്ട് പതിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുമുണ്ട്. കാരണം ഈ പരിശോധന നടത്തുമ്പോഴൊക്കെ ഈ പരിസരവാസികളെല്ലാം ഈ ഉദ്യോഗ സംഘത്തോടൊപ്പം 3 അംഗ സംഘത്തോടൊപ്പം അവരും ഒപ്പം നടക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർ ധരിപ്പിച്ചു. ഇന്ന പ്രശ്നങ്ങളാണെന്ന് അവരോട് പറയുകയും ചെയ്യും. ഇന്ന് കണ്ട വിള്ളലല്ല നാളെ എന്ന് അവർ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്.